ഇന്ന് സഭൈക്യ ദിനമായിട്ട് കൊണ്ടാടുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇടവക എന്ന വിശ്വാസ സമൂഹം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരണം എന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാവിലത്തെ നമ്മളുടെ ആരാധന മറ്റേ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി, ഗ്രോ ഇൻടു യൂണിറ്റി. സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി, ഗ്രോ ഇൻടു യൂണിറ്റി. നാം ജീവിക്കുന്നതായുള്ള ഈ പ്രപഞ്ചത്തിൽ വൈവിധ്യമാർന്ന സൃഷ്ടികളെയാണ് കാണുവാനായിട്ടിടയാവുന്നത്. പ്ലൂറാലിറ്റി, ഡിഫറൻസസ് ജീവിതത്തിൽ ധാരാളമായിട്ട് കാണുന്നതിനായിട്ട് എല്ലാ രംഗങ്ങളിലും എല്ലാ വ്യക്തികളിലും ഇന്ന് നാം ജീവിക്കുന്ന ഈ പ്ലാനറ്റ് വേൾഡിൽ ഉള്ള ആനിമൽ വേൾഡിലോ പക്ഷികളുടെ വേൾഡിലോ മത്സ്യത്തിൻ്റെ വേൾഡിലോ ഒക്കെ കാണുന്നതിനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വൈവിധ്യങ്ങളെ ഉള്ളതുപോലെ സ്വീകരിപ്പാനായിട്ടുള്ളൊരു മനസ്സൊരുക്കം നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു ഐക്യത്തിൽ വളർന്നു വരുന്നതിനായിട്ട് ഇടയാവുകയുള്ളൂ. ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിന് സമീപത്തു കൂടെ ഒരു അരുവി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് വെള്ളം കുടിക്കുന്നതായുള്ള കുരുവികളെയും പറവുകളെയൊക്കെ കണ്ട് രാജാവ് സന്തോഷിക്കുന്ന പതിവും ഉണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുരുവികളുടെയും പറവുകളുടെയൊക്കെ എണ്ണം കുറയുന്നതായിട്ട് രാജാവിന് തോന്നി. അപ്പോൾ തൻ്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇതിൻ്റെ കാരണം എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക മാത്രമല്ല അതിന് പ്രതിവിധിയൂടെ ചെയ്യണം എന്നത് സൂചിപ്പിച്ചു. മന്ത്രി അപ്രകാരം ദൗത്യം ഏറ്റെടുത്തു. പോയി നിരീക്ഷിച്ചതായുള്ള അവസരത്തിൽ അദ്ദേഹത്തിനെ കണ്ട് മനസ്സിലാക്കാനായിട്ടിടയായി തീർന്നത് ഈ അരുവി ഒഴുകി വരുന്നതായുള്ള അവസരത്തിൽ അതിൻ്റെ ഒഴുക്കിനെ തടയുന്നതായുള്ള ചില കല്ലുകളും മണ്ണും ഒക്കെ വന്ന് ആ ജലാശയത്തിൻ്റെ ഒരു ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കേണ്ടതായിട്ടുള്ള സാധ്യത ഉണ്ടായി എന്നതാണ്. അപ്പോൾ കെട്ടിക്കിടക്കുന്നതായുള്ള വെള്ളത്തിൽ അത് മലിനമാകും എന്നുള്ളത് കൊണ്ട് പറവകൾക്കോ കുരുവികൾക്കോ ആ വെള്ളം കുടിച്ച് ജീവിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ മന്ത്രി ആ കല്ലുകൾ എടുത്തു മാറ്റി മണ്ണ് മാറ്റി ജലാശയത്തിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകത്തക്കവണ്ണം ആ അരുവിയിലെ ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് ഇടയായിട്ട് തോന്നുന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവ് ഇതായിരുന്നു കാര്യം, ഞാൻ ആ പ്രയാസങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനിയും കുരുവികളും പറവുകളൊക്കെ വന്ന് ഇവിടെ ജലം കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അപ്രകാരം സംഭവിക്കുകയും ചെയ്തു. ഇത് നൽകുന്നത് നല്ലൊരു ഗുണപാഠം. ദൈവം ഓരോന്നിനും കൊടുത്തിട്ടുള്ളതായിട്ടുള്ള സ്വഭാവത്തെ, പ്രകൃതിയെ ആ നിലയിൽ കാണുന്നതിനായിട്ടും സ്വീകരിക്കുന്നതിനായിട്ടും മനസ്സൊരുക്കമുള്ളവരായിട്ട് തീരുമ്പോൾ മാത്രമേ എല്ലാ സൃഷ്ടിജാലങ്ങളുമായിട്ടുള്ള ഒരു ഐക്യത്തിൽ വളരുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ്. ഒരു ഇടവകയെ സംബന്ധിച്ചോളം വൈവിധ്യമാർന്നതായിട്ടുള്ള ആളുകളാണ് ഈ ഇടവക അംഗങ്ങളായിട്ടുള്ളത്. ഔട്ട്ലുക്ക് ഡിഫറെൻ്റാണ്, അവർ കാണുന്നതായുള്ള കാഴ്ച ഡിഫറെൻ്റാണ്, ഓരോന്നിനെക്കുറിച്ചുള്ള അഭിപ്രായം വ്യത്യാസമുണ്ട്. ഇതെല്ലാം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്രകാരം വിഭിന്നങ്ങളായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പെരുമാറ്റങ്ങളും പ്രകൃതിയുമൊക്കെ ഉള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ഓരോന്നിൻ്റെയും സ്വഭാവത്തെ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുമ്പോഴാണ് അതിൻ്റെ മധ്യത്തിൽ രമ്യമായിട്ട് ജീവിക്കുവാൻ്റെ കോണം സാധ്യമായിട്ട് തീരുന്നത്. അതുകൊണ്ട് പുഴ ഒഴുകട്ടെ, ജലം ഒഴുകിപ്പോകുന്നതിനിടയായിട്ട് തീരട്ടെ, പറവകൾ പറക്കട്ടെ, കുരുവികൾ വരട്ടെ. ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവം നിയന്ത്രിക്കുന്നതായുള്ള രീതിയിൽ നിയമിതമായ രീതിയിൽ ജീവിക്കുന്നതായിട്ടുള്ള സൃഷ്ടിജാലങ്ങളെയാണ് നമുക്ക് കാണാനായിട്ടിടയാവുന്നത്.
ഈ ആരാധനയ്ക്കായിട്ട് ചേർന്ന് വരുന്ന അവസരത്തിൽ ഒരു ആരാധനാ സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ആരാധനയും അതോടൊപ്പം തന്നെ അന്യോന്യമുള്ള കൂട്ടായ്മയും വർദ്ധിച്ചു വരുന്നതിനായിട്ട് ഇടയാകണം എന്നതാണ്. ഇന്ന് ആദ്യത്തെ ആരാധനയുടെ ഭാഗം കഴിഞ്ഞ സമയത്തൊരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. ഈ ടീ ബ്രേക്കിൽ നമുക്ക് കേക്കും ചായയും ഒക്കെ കിട്ടി എന്നുള്ളത് സന്തോഷമാണ്. എന്നാൽ ഈ കേക്കിൻ്റെയും ചായയുടെയും മാത്രം പുറകെ പോയാൽ പോരാ. അന്യോന്യം ഒന്ന് സംസാരിക്കുന്നതിനായിട്ട്, കാണുന്നതിന്, പരിചയപ്പെടുന്നതിനായിട്ട്, എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്നതിനായിട്ടൊക്കെ ഇടയായിത്തീരുന്ന ഒരു കൂട്ടായ്മ ബന്ധത്തിൽ വളരുന്നതിനായിട്ട് അതെല്ലാം സഹായമായിട്ട് തരണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ലവ് ഫീസ്റ്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ വന്നിട്ട് ഓടിപ്പോകണം എന്നുള്ളതായിട്ടുള്ള രീതിയിലല്ല, പിന്നെ വന്ന് നിന്ന് അന്യോന്യം പരിചയപ്പെട്ട് കൂട്ടായ്മ അനുഭവിച്ച് ദൈവസ്നേഹത്തിൽ വളർന്നു വരുന്നതിനായിട്ട് ഇടയായിട്ട് തീരണം എന്ന് സൂചിപ്പിക്കുന്നതായുള്ള സാഹചര്യമാണ്. ഏത് സമ്മേളനത്തിലും ധാരാളം ആളുകൾ വന്നു ചേരുന്നത് കാണുന്നതിനായിട്ട് ഇടയായിട്ട് തീരും. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കുംഭമേള നടക്കുന്നതായുള്ള സാഹചര്യമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം ആളുകൾ വന്നു ചേരുന്നതായുള്ള ആവശ്യമാണ്. നമുക്കറിയാം, അയ്യപ്പ സ്വാമികളെല്ലാം കൂടെ അയ്യപ്പനെ കാണുവാനായിട്ടും അതിനുശേഷം മകരവിളക്ക് കാണുന്നതിനായിട്ടുമൊക്കെ തെങ്ങിക്കൂടിയതായുള്ള സാഹചര്യം. എത്രയോ തരത്തിലുള്ള ആളുകളാണ് ഒരുമിച്ച് കൂടുന്നത്. എന്നാൽ അവർക്കെല്ലാം ഒരു ഐക്യബോധമുണ്ടാവുന്നത് അവർ എന്തിനു വേണ്ടി നോക്കി പാർക്കുന്നുവോ ആ നോക്കി പാർക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ് അവർ ഒരുമിച്ച് നിർത്തുവാൻ്റെ കൊണ്ടിടയാവുന്നത്. ഈ പ്രതീക്ഷയുള്ളവരായിട്ട് ജീവിപ്പാൻ ഇടവകയിൽ നമുക്ക് സാധ്യമായിട്ട് തീരണം എന്നത് മനസ്സിലാക്കിയെടുക്കുക എന്നതാണ് ഏറെ ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ ഓരോന്നിനെയും വെവ്വേറെയായിട്ട് കാണുന്നതിനായിട്ടും അതേ അവസരത്തിൽ തന്നെ ആ വ്യക്തിയുടെയും കൂട്ടങ്ങളുടെയും ഒക്കെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്കിടയായിട്ട് തീരുമ്പോൾ അത് എല്ലാവർക്കും വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതാണ് എന്നുള്ള ബോധ്യത്താൽ നിറയപ്പെടുന്നതിനായിട്ടിടയാകണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലൂടെയാണ് സഭയാകുന്ന കൂട്ടായ്മയെ ഒരു ശരീരമായിട്ടൊക്കെ രൂപകൽപ്പന ചെയ്ത് നാമെല്ലാം അതിൽ അവയവങ്ങളാകുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. ഓരോ അവയവത്തിനും പ്രത്യേകമായുള്ള സ്ഥാനമുണ്ട്, മാനമുണ്ട്, പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള അവസരത്തിൽ തന്നെ അന്യോന്യം പൂരകമായിട്ടൊക്കെ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഏറെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. നാം ഇന്ന് വായിച്ചതായുള്ള ദിനപത്രത്തിൽ ഡോക്ടർ ജോസഫ് വെട്ടുകാട്ടലിനെ കുറിച്ച് വായിക്കുകയുണ്ടായി. വയനാട്ടിലെ വൈത്തിരി പ്രദേശത്ത് ഇപ്പോൾ ഒരു ചൈൽഡ് കാർഡിയോളജിസ്റ്റായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതായുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹം നിലമ്പൂരാണ് ജനിച്ചു വളർന്നത്. നിലമ്പൂർ ജനിച്ചു വളർന്ന അവസരത്തിൽ ഒരു ചെറ്റക്കുടിലിൽ വളർന്നു വന്നതായിട്ടുള്ളൊരു പൈതലാണ്. അതുകൊണ്ട് വേണ്ടിടത്തോളം സൗകര്യമൊന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കോളേജിലൊക്കെ പഠിക്കുന്നതായുള്ള അവസരത്തിൽ, ഗ്രാജുവേറ്റ് ചെയ്യുന്നതായുള്ള അവസരത്തിൽ ഒരു തട്ടുകടയിൽ കിടന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തട്ടുകടയുടെ ഉടമസ്ഥന് എന്തോ ഇഷ്ടമില്ലാത്ത കാര്യം ഉണ്ടായ അവസരത്തിൽ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം അവർ പിന്നെ പോയി ഒരു പുല്ല് മേഞ്ഞതായിട്ടുള്ള ഒരു 25 രൂപയ്ക്ക് വാടകയ്ക്ക് ഒരു ഭവനമൊക്കെ എടുത്ത് അവിടെ താമസിച്ചു പഠിക്കുന്നതിനായിട്ടിടയായി. പിന്നീട് അദ്ദേഹം ബാംഗ്ലൂരിൽ MBBS കോഴ്സ് പഠിക്കുന്നതിനായിട്ടൊക്കെ പോയി. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന അവസരത്തിൽ ഫീസ് കൊടുക്കുന്നതിനായിട്ടൊന്നും സാധ്യതയില്ലായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാദറിൻ്റെ അച്ഛന്മാർ നടത്തുന്ന കാത്തലിക് ചർച്ചിൻ്റേതായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണല്ലോ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി MBBS പൂർത്തീകരിപ്പാൻ്റെ കൊണ്ടിടയായിട്ട് തോന്നുന്നു. പിന്നീട് വിദേശങ്ങളിലൊക്കെ പോയി കൂടുതൽ പരിശീലനമൊക്കെ ലഭിക്കുന്നതിനിടയായി തോന്നുന്നതായുള്ള ഡോക്ടറാണ്. UK യിലും US ലും ജർമ്മനിയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ തനിക്ക് ഒരു നല്ല ജോലി കിട്ടി അവിടെ താമസിക്കുന്നതിന് സാധ്യതയുള്ള അവസരത്തിൽ ഈ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് പോവുകയാണ്, വയനാട്ടിലേക്ക് പോവുകയാണ്, വൈത്തിരിയിലേക്ക് പോവുകയാണ്,
അവിടെയുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ശുശ്രൂഷ അനുഷ്ഠിക്കുവാനായിട്ട് എനിക്ക് ഇടയായിട്ട് തീരണം. ഞാൻ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. എൻ്റെ ജീവിതം നിറയെ എന്നാണ് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് തന്നെ. എൻ്റെ ജീവിതം നിറയെ. എഴുതിയത് മറ്റാരുമല്ല, നമ്മുടെ സഭാംഗമായുള്ളൊരു ഡോക്ടർ എം തോമസ് മാത്യു ആണ്. കോഴിക്കോട് നെഫ്രോളജിസ്റ്റായിട്ട് പ്രവർത്തിച്ചതായിട്ടുള്ള മനുഷ്യന്. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇതുപോലെ വിദേശത്ത് പോയി പഠിക്കുന്നതിനായിട്ട് സാധ്യതയുള്ള അവസരത്തിൽ തന്നെ പരിശീലിപ്പിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ ചുഗ് എന്ന് പറയുന്ന ഒരു പഞ്ചാബി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു സന്ദർഭം കിട്ടുന്നുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ. അപ്പോൾ ഉടനെ ആ ഡോക്ടർ ചുഗ് പറഞ്ഞു, നീ അവിടെയെങ്കിലും പോകേണ്ട ആവശ്യമില്ല, നിന്നെ ഇവിടെയാണ് ആവശ്യം. നിന്നെ ഒരു നെഫ്രോളജിസ്റ്റായിട്ട് ഞാൻ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലെ രണ്ടാമത്തെ നെഫ്രോളജിസ്റ്റാണ്. ആദ്യമായിട്ട് ഡയാലിസിസ് യൂണിറ്റ് കേരളത്തിൽ കൊണ്ടുവരുന്നതിനായിട്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിനായിട്ടൊക്കെ ഇടയായിരുത്തുന്നതായുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നീ വിദേശത്തെങ്ങും പോകേണ്ട ആവശ്യമില്ല, നീ ഇവിടെ പരിശീലിച്ച് നീ നിൻ്റെ നാട്ടിൽ പോയി ജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ അനുഷ്ഠിക്കണം എന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായുള്ള കഴിവുകളും താലന്തുകളും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായിട്ട് വിനിയോഗിപ്പാൻ തക്കോണം നമുക്ക് ഇടയായിട്ട് തരണം. ഞാനീ പറഞ്ഞതായുള്ള ഈ ഡോക്ടർ തൻ്റെ ചികിത്സയൊക്കെ ഈ വൈത്തിരിയിൽ വയനാട്ടിലൊക്കെ ചെയ്യുന്ന അവസരത്തിൽ അവിടെ സാമ്പത്തിക പരാധീനതയുള്ള ധാരാളം ആളുകളുടെ മധ്യത്തിലാണ് ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. പുഞ്ചിരിയോടുകൂടി ചെയ്യുന്നതായുള്ള ശുശ്രൂഷ സൗജന്യമാണ്. തനിക്ക് രോഗികളെ പരിശോധിക്കുവാനായിട്ടുള്ള എല്ലാം തന്നെ താൻ അതിനിടയിൽ ആർജിച്ചിട്ടുണ്ട്, തനിക്ക് സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർ രോഗികളെ പരിശോധിക്കും, ഡയഗ്നോസ് ചെയ്ത് എന്താ അസുഖമെന്ന് കണ്ടുപിടിക്കും, അതിനുശേഷം ചികിത്സിച്ച് സൗഖ്യമാക്കുന്നതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതായുള്ള രണ്ട് ഡോക്ടേഴ്സും ഒരു പുസ്തകത്തിൽ ഒരാളെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി, ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഡോക്ടർ. ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, രോഗികൾ സൗഖ്യമായതിനു ശേഷം അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ കാണുന്നതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറെ മായാത്ത മുദ്ര പതിപ്പിക്കുന്നതായിട്ടുള്ള സംഗതി എന്നത്. തീർച്ചയായിട്ടും ഈ ഇടവയുടെ വളർച്ചയിൽ വളരെയധികം ജീവിതം ചെലവിട്ടതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ജീവിതമൊക്കെ ചെലവിട്ട് പടുത്തുയർത്തിയതായിട്ടുള്ള ഒരിടവയാണ് 84ാം ഇടവദിനം കൊണ്ടാടുവാൻ തക്കവണ്ണം ഇന്ന് ഇടയായിട്ടാണ് തീർന്നിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തെ നുറുക്കി കൊടുക്കുവാനായിട്ട് കഴിയുന്ന സാഹചര്യങ്ങളാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സ്നേഹം എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ കുറിച്ച് ഒരു വലിയ നിർവചനം തന്നെ നമുക്ക് 1 Corinthians 13 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല കാര്യങ്ങളോടെ പറയുന്നുണ്ട്, ഞാനെല്ലാം പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്നത് പറയുമ്പോഴും, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോഴും, കർത്താവ് എൻ്റെ മുമ്പാകെ കാട്ടിയിരിക്കുന്നത് തൻ്റെ ശരീരത്തെ കുരിശിൽ മുറിച്ചതായുള്ള അനുഭവം, തൻ്റെ രക്തം ഒഴുക്കിയതായുള്ള അനുഭവം മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതായുള്ള ഈ സ്നേഹം. ഈ സ്നേഹമാണ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന് പറയുമ്പോൾ ജീവിതത്തെ മുറിച്ച് നൽകുവാനായിട്ടിടയാവണം. നമ്മുടെ വീട്ടിലൊക്കെ നല്ല അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുന്ന അവസരത്തിൽ ഒരു വട്ടയപ്പം ഉണ്ടാക്കി വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അമ്മ അത് മുറിക്കാറുണ്ട്. എത്ര പേർക്ക് കൊടുക്കണോ അതനുസരിച്ചുള്ള കഷ്ണങ്ങളായിട്ടാണ് അത് മുറിക്കുന്നത്. അങ്ങനെ മുറിച്ചതായുള്ള കഷ്ണങ്ങളാണ് കൊടുക്കുകയും സന്തോഷത്തോടെ സംതൃപ്തിയോടെ ആഗ്രഹിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്യുന്നത്. ജീവിതത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്നതായുള്ള ചില പാഠങ്ങളുണ്ട്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിങ്ങളിൽ ഉൽപ്പാദിതമാകുന്നതായുള്ളൊരു പൈതൽ എന്ന് പറയുന്നത് നാം പറയും ദൈവത്തിൻ്റെ ദാനമാണ്. ശരിയാണ്. ഗർഭസ്ഥ ശിശു അമ്മ കഴിക്കുന്നതായുള്ള ആഹാരം കൊണ്ടാണ് ജീവിക്കുന്നത്. ആ ഗർഭസ്ഥ ശിശുവിനെ അമ്മ കുടിക്കുന്നതായുള്ള പാനീയമായിട്ട് തീരുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മയെ കാർന്ന് തിന്നുകൊണ്ടാണ് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത്. ആ കുഞ്ഞിന് എത്ര വേണമെങ്കിലും കൊടുക്കുന്നതിനായുള്ളൊരു താല്പര്യവും മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നത് ഇതെൻ്റെ ശരീരത്തിൻ്റെ ശരീരവും എൻ്റെ രക്തത്തിൻ്റെ രക്തവുമാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട്, ഇതെൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു പ്രദേശത്ത് ഒരു ചേരിയിൽ കുറേ ആളുകളൊക്കെ പാർക്കുന്നതായുള്ള അവസരത്തിൽ ഒരു വീട്ടിലെ
ഒരു ചെറിയ ശിശുവിനെ കാണാതെയായി, ഒരു കുഞ്ഞിനെ കാണാതെയായി, ഓടിച്ചാടി നടക്കുന്നതായുള്ള പ്രായത്തിലാണ്, കാണാതെയായി. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ആ വീട്ടിനെ സഹായിക്കുന്നതിനായിട്ട് താല്പര്യപ്പെട്ട് പകലന്തിയോളം അവർ പല സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. ഈ കുഞ്ഞ് നഷ്ടപ്പെടാവുന്ന രംഗങ്ങളൊക്കെ പോയി പരിശോധിച്ചു, എങ്ങും കണ്ടു കിട്ടിയില്ല. അവരെല്ലാം തിരിച്ച് തങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് രാത്രിയിൽ ഉറങ്ങി. രാവിലെ അവരൊക്കെ എഴുന്നേറ്റ് നോക്കുന്ന അവസരത്തിൽ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടതായുള്ള ഭവനത്തിൻ്റെ മുറ്റത്തെ അമ്മയോട് കൂടെ നിൽക്കുന്നതായുള്ള കുഞ്ഞിനെയാണ് കാണാനായിട്ട് ഇടയായിട്ടെത്തുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിനക്കങ്ങനെ ഈ കുഞ്ഞിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്? അപ്പോൾ അവൾ മറുപടിയായിട്ട് പറയുന്നത്, ഇത് എൻ്റെ കുഞ്ഞാണ്, ഇതെൻ്റെ കുഞ്ഞാണ്. ഈ കുഞ്ഞ് നഷ്ടമായാൽ എനിക്കാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് അടർന്നു പോകുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കണ്ടെത്താതെ ഉറങ്ങാതിരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടതായുള്ളൊരു നിഷ്ഠയാണ്. അത് നൈസർഗികമായിട്ട് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതായുള്ള ഒന്നാണ് എന്നത് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അന്യോന്യം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അന്യോന്യം കരുതുന്നവരായിട്ട് തോന്നാൽ മാത്രമേ ആ സ്നേഹത്തിന് പൂർണ്ണത ലഭ്യമായിട്ട് തീരുകയുള്ളൂ. അങ്ങനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായുള്ളൊരു സമൂഹമായിട്ട് ഒരു ഇടവക ഒരു പ്രദേശത്ത് വളർന്നു വരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വലുതാണ് എന്നത് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ്റെ കൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വേദിയാണ്, ഒരു അവസരമാണ് ഇടവയുടെ ഭാഗമായിട്ട് വളരുക എന്ന് പറയുന്ന അവസരത്തിൽ അർത്ഥമാക്കുന്നത്. ചവിട്ടി ഞെരിച്ചതായുള്ള ഒരു പൂവ് ഇങ്ങനെ വഴിയിൽ കിടക്കുന്നതായിട്ട് കണ്ട അവസരത്തിൽ മുഹമ്മദ് ബഷീർ പറയുകയുണ്ടായി, ഈ പൂവ് ഇങ്ങനെ ചവിട്ടി മരിച്ച് കിടക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തെ ചവിട്ടി മരിച്ച പോലുള്ള അനുഭവമാണ് എനിക്കുണ്ടാവുന്നത് എന്നത്. നമുക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നാറില്ല. എത്രയോ ആളുകളാണ് പഴമൊക്കെ തിന്നതിന് ശേഷം വലിച്ചെറിയുന്നത്, പഴത്തൊലിയൊക്കെ അതിൽ ആളുകൾ തെന്നി താഴെ വീഴുന്നതല്ല കാഴ്ചയൊക്കെ കണ്ട് ഒരുപക്ഷെ നമ്മൾ ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതല്ല രീതിയായിരിക്കും നമ്മൾ കാണാനായിട്ടിടയാവുന്നത്. എന്നാൽ ഓരോ ചവിട്ടി മെതിക്കപ്പെട്ടതായുള്ള പൂവിലൂടെയും എൻ്റെ ജീവിതമാണ് ചവിട്ടി മെതിച്ച് കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതായുള്ള ഒരു അനുഭവത്തിൽ വളരാനിടയായിത്തീരുമ്പോൾ മാത്രമേ മറ്റുള്ളവരോടുള്ള സ്നേഹം നമ്മൾ യാഥാർത്ഥ്യമായിട്ട് തീരുകയുള്ളൂ എന്ന് തിരിച്ചറിയുവാൻ്റെ കോണം ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പാഠമാണ് തൃത്വ ആശയം എന്ന് പറയുന്നത്. തൃത്വത്തിന് സ്തുതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല പ്രാർത്ഥനകളുണ്ടല്ലോ. പിതാവായുള്ള ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവായുള്ള ദൈവം. എങ്ങനെയാണ് ഈ തൃത്വം ഒരു പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അറിയാനായിട്ട് പാടില്ല. ഒരു വീട്ടിലെങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നത്? നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കാം, അപ്പനും അമ്മയും കൂടെ ഒരുമിച്ച് വഴക്ക് പറയരുത്. അമ്മ വഴക്ക് പറയുകയാണെങ്കിൽ അല്പം മാറി നിൽക്കണം, അമ്മ പറയട്ടെ, അമ്മ പറയാനുള്ള പറഞ്ഞു കഴിയട്ടെ, അത് കഴിയുമ്പോൾ പിന്നെ പറയാം. അപ്പനാ വഴക്ക് പറയുന്നെങ്കിൽ അമ്മ മാറി നിൽക്കണം. രണ്ടുപേരും കൂടെ വഴക്ക് പറയരുത്, കുഞ്ഞിനെ ഇല്ലാതെയാക്കി തീർക്കരുത്. കുഞ്ഞിൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വരിക എന്നത് സ്വാഭാവികം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തെറ്റുകൾ സ്വാഭാവികമാണ്. എന്നാൽ തെറ്റ് വന്നതായുള്ളൊരു കുഞ്ഞിനെ എല്ലാവരും ലോകം വിധിക്കുന്നതായുള്ള അവസരത്തിലും കൊള്ളുകയില്ല എന്ന് അയൽവക്കക്കാരും സമൂഹമൊക്കെ പറയുന്നതായുള്ള അവസരത്തിലും ചേർത്ത് നിർത്തിയാണ് നമ്മൾ പറയുന്നത്, ഇത് എൻ്റെ കുഞ്ഞാണ്, മോനെ മോളെ സാരമില്ല പോട്ടെ, ഇനിയും ഇതുണ്ടാവാതിരിപ്പാൻ്റെ ഗുണം ശ്രദ്ധിക്കണം എന്ന് പറയുവാനായിട്ടിടയായിട്ട് തീരുന്നത് അപ്രകാരം ക്ഷമിക്കുന്നതിനായിട്ടും മറക്കുന്നതിനായിട്ടും ഒക്കെ ഒരു താല്പര്യം പ്രദർശിപ്പിക്കുന്ന അവസരത്തിലാണ്. അതുകൊണ്ട് എങ്ങനെയാണ് അന്യോന്യ പൂരകമായി ജീവിപ്പാനായിട്ട് നമുക്കിടയായിട്ട് തീരുന്നത് എന്നത് ചോദിച്ചാൽ എനിക്ക് 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നതിനായിട്ടുള്ളത്. 1 forgive, 2 forget, 3 reconcile. ഇത് 3ഉം ജീവിതത്തിൽ ഏറെ അത്യന്താപേക്ഷിതമായുള്ള ഒന്നാണ്. ഒരു കുടുംബത്തിലെ ജീവിതം ഭാസ്വരമായിട്ട് തീരുന്നത് അന്യോന്യം പൊറുക്കുവാനായിട്ട് ഇടയായി തീരുന്നതായുള്ള സാഹചര്യത്തിലാണ്. ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനായിട്ട് സാധിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച പോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ കൊലോസ്യർക്ക് എഴുതുന്നതല്ല ലേഖനത്തിലൂടെ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ എന്നാണ് പറയുന്നത്. ഫോർഗിവ്നെസ്.
ജീവിതത്തിൽ നൽകി കൊടുക്കുവാണ്ട് കൊണ്ടിടയായിട്ട് തരണം. വാശിയുടെ അങ്ങേയറ്റത്താണ് നമ്മൾക്കെല്ലാവർക്കും നമ്മളുടെ ജീവിതത്തെ കാണാനായിട്ടിടയാവുന്നത്. എന്നാൽ അപ്രകാരം വാശിയും വൈരാഗ്യവും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതായുള്ള പ്രകൃതവും ഒക്കെ നമ്മിൽ വർദ്ധിച്ചു വരുന്നതായുള്ള അവസരത്തിൽ ഫൊർഗീവ്നെസ്സിന് ക്ഷമിക്കുന്നതിന് ക്ഷമ നൽകുന്നതിന് ഒരു പ്രസക്തിയുണ്ട് എന്ന പാഠവും കൂടി നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുന്നതിനായിട്ടുള്ളൊരു ക്ഷമയല്ല, പിന്നെ തെറ്റുകളെ മറക്കുന്നതിനായിട്ടുള്ളൊരു ക്ഷമയാണ്. ഇതിനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചെയ്തതായുള്ള പാതകം എന്നേക്കുമായി ബന്ധത്തിൽ നിന്ന് നമ്മളെടുത്ത് മാറ്റുകയാണ്. ഇനി ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്നതിനായി അത് പ്രേരക ശക്തിയായിട്ട് തീരുന്നതിനെ നാം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ക്ഷമിക്കുമ്പോൾ എന്ത് പാതകത്തെക്കുറിച്ചാണ് നാം ക്ഷമിക്കുന്നത് ആ തെറ്റിനെ മറക്കാനായിട്ടും കൂടി ഇടയാവണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ അനുരഞ്ജനം സാധ്യമായിട്ട് തീരുകയുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് എത്ര പ്രാവശ്യമാണ് വിശുദ്ധ കുർബാനയിൽ തന്നെ പറയുന്നത്, നമുക്ക് കേൾക്കുവാനിടയായിട്ട് തീരുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? വിശ്വാസ സമൂഹമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് തന്നിരിക്കുന്നതായുള്ള സമാധാനം അനുഭവിപ്പാൻ നമുക്കിടയാകണം എന്നതാണ് എൻ്റെ അർത്ഥം തന്നെ. ആ സമാധാനം അനുഭവിപ്പാനായിട്ടിടയാകുന്നു. കർത്താവ് പറഞ്ഞു, ലോകം തരുന്ന സമാധാനമല്ല, ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എവിടെ അത് കാണാൻ കഴിയുന്നത്? കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതപ്രകാരം കാൽവറിയിൽ തൻ്റെ ശരീരം മുറിച്ചതായിട്ടുള്ള അവസരത്തിൽ, വേദനയുടെ മധ്യത്തിൽ, പ്രയാസത്തിൻ്റെ മധ്യത്തിൽ, ജീവൽ മരണം നേരിട്ട് അഭിമുഖീകരിക്കുന്നതായുള്ള സാഹചര്യത്തിൽ അനുഭവിച്ചതായുള്ള ശാന്തതയിലാണ് ആ സമാധാനത്തെ കാണുവാനായിട്ടിടയാകുന്നത്. ഈ സമാധാനമാണ് നമ്മളുടെ ജീവിതത്തിൽ വളർന്നു വരുവാൻ കൊണ്ടിടയായിട്ട് തീരേണ്ടത് എന്നത് നാം തിരിച്ചറിയേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. അതുകൊണ്ട് കർത്താവെ, നിൻ്റെ സമാധാനം അനുഭവിക്കുന്നവരായി അനുരഞ്ജനപ്പെട്ട സമൂഹമായി ജീവിച്ച വളർന്നു വരുവാൻ ഇടയായിട്ട് തീരണമേ എന്ന ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി തീരുന്നതിന് നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നത് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ് തുടങ്ങിയത് തന്നെ ഇന്ന് ഒരു എക്യുമെനിക്കൽ വീക്കാണ്, പ്രയറിൻ്റെ യൂണിറ്റി ഒക്ടേവിൻ്റെ സമയമാണ് എന്നുള്ളതായുള്ള വാക്കുകളോടുകൂടിയാണ്. എന്താണ് ഈ യൂണിറ്റി ഒക്ടേവിൽ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന ഡിഫറൻസസ് ഉള്ളപ്പോൾ തന്നെ ആ ഡിഫറൻസസ് ഉള്ളവരെ നമ്മൾ ഒരുമിച്ച് കാണുന്നതിനായി, ഒന്നിക്കുന്നതിനായി, ഒരുമിച്ച് വളർന്നു വരുന്നതിനായി അനുവദിക്കുന്നതായിട്ടുള്ള, സമ്മതിക്കുന്നതായിട്ടുള്ള, സ്വീകരിക്കുന്നതായിട്ടുള്ളൊരു മനോഭാവത്തിൽ നമുക്ക് വളർന്നു വരുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരണം എന്നതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായുള്ള താലന്തുകൾ നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിപ്പാൻ്റെ കോണ് നമുക്ക് ഇടയായിട്ട് തീരണം. അതേ അവസരത്തിൽ തന്നെ ത്രിയേക ദൈവത്തിൽ നാം കാണുന്നതായുള്ള ഐക്യത്തിൽ വളർന്നു വരുന്നതിന് ദൈവം നമ്മെ ശക്തീകരിക്കണമേ എന്നത് പ്രാർത്ഥിക്കുകയും ഫോർഗീവ്, ഫോർഗെറ്റ്, റെക്കൺസൈൽ ഈ അനുഭവത്തിൽ ആത്മീയമായിട്ട് വളർന്നു വരുന്നതിന് ദൈവം നമ്മെ സഹായിക്കണമേ എന്ന ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹമായി തീരുവാൻ ഈ ഇടവയ്ക്ക് സാധ്യമായി തീരട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.